ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് വെള്ളക്കടല കുതിർത്തെടുത്തതാണ്. അത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരെ ഇത് വേവിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായി വെന്ത് കിട്ടണം. ഇനി വേറൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ല ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഒരു മീഡിയം സൈസുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. തീ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച സവോളയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയണം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും, പിന്നെ കടല ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നാലും കറിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വയ്ക്കുക കുറച്ച് നേരം. ഇനി കുറച്ച് ഗരം മസാലയും കസൂരി മേത്തിയും മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.